എല്ലാവർക്കും മൊബൈൽ ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഫോണിൽ പലതരത്തിലുള്ള പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ചില സൈറ്റുകൾ എടുക്കുമ്പോൾ അതിൽ വൈറസ് ഉണ്ടെന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. അപ്പോഴേക്കും നമ്മൾ പേടിച്ച് ആ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യും. അത് തുടർന്ന് നേരെ പ്ലേ സ്റ്റോറിലേക്കായിരിക്കും പോവുക. ഏതെങ്കിലും ഒരു ആന്റിവൈറസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ പല ആളുകൾക്കും ഇത്തരത്തിലുള്ള അവസ്ഥ വന്നിട്ടുണ്ടാകും. ഇങ്ങനെ വൈറസ് ഉണ്ടെന്ന് പറഞ്ഞ് പരസ്യം വരുന്ന സൈറ്റുകളിൽ പോകാതിരിക്കുക. കാരണം നിങ്ങളെ യഥാർത്ഥത്തിൽ ആ സൈറ്റുകൾ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങളുടെ ഫോണിൽ മാൽവെയറുകൾ ഉണ്ടാവില്ല, പക്ഷേ അവരുടെ ആന്റിവൈറസ് ഡൗൺലോഡ് ചെയ്യുവാൻ വേണ്ടി നിങ്ങളുടെ ഫോണിൽ വൈറസ് ഉണ്ടെന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷനും വരും. അപ്പോൾ ഇതിന്റെ യാഥാർത്ഥ്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ എങ്ങനെയാണ് മറ്റ് ആപ്ലിക്കേഷനുകൾ ഒന്നും തന്നെ ഉപയോഗിക്കാതെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുക എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ഫോണിൽ സാധാരണയായി രണ്ട് തരത്തിലുള്ള പരസ്യങ്ങളാണ് കാണുവാൻ സാധിക്കുക. ഒന്ന്, നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വെബ്സൈറ്റിന്റെ ഉടമ കൊടുക്കുന്ന ഞാൻ മുൻപ് പറഞ്ഞതുപോലെയുള്ള പരസ്യങ്ങൾ. മറ്റൊന്ന്, നമ്മുടെ ഫോണിനകത്ത് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾ കൊണ്ടുവരുന്ന പരസ്യങ്ങൾ. അങ്ങനെ രണ്ട് രീതിയിലാണ് പരസ്യങ്ങൾ ഉണ്ടാവുക. ഇവിടെ നമ്മൾ ആദ്യം പറയുന്നത് ആപ്ലിക്കേഷനുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന പരസ്യങ്ങളെ കുറിച്ചാണ്. നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുന്ന പല ആപ്ലിക്കേഷന്റെയും താഴെയായി കണ്ടെയ്ൻ ആഡ്സ് എന്ന് പറഞ്ഞ് കാണുവാൻ സാധിക്കും. ആ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് പരസ്യമുണ്ടെന്നാണ് കാണിക്കുന്നത്. എന്താണ് ആ ആപ്ലിക്കേഷനകത്ത് പരസ്യം വരുവാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരസ്യം വരുവാനുള്ള കാരണം വേറൊന്നുമല്ല, ആ ആപ്ലിക്കേഷൻ നിർമ്മിച്ച വ്യക്തി അദ്ദേഹത്തിന് വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി പരസ്യങ്ങൾ അടങ്ങിയ ചില കോഡുകൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ കോഡുകൾ വഴിയാണ് നിങ്ങൾക്ക് പരസ്യം കാണുവാനിടയാകുന്നത്. ഇനി എങ്ങനെയാണ് അത്തരത്തിലുള്ള പരസ്യങ്ങൾ ഒഴിവാക്കുക എന്ന് നമുക്ക് നോക്കാം. പരസ്യങ്ങൾ ഒഴിവാക്കുന്നത് അത്ര എളുപ്പമല്ല. എങ്കിലും ഒന്നാമതായി നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് APK എഡിറ്റർ എന്ന ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ ലഭ്യമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് പരസ്യം കാണിക്കുന്ന ഏത് ആപ്ലിക്കേഷനാണോ ആ ആപ്ലിക്കേഷൻ നമുക്ക് എഡിറ്റ് ചെയ്ത് അതിന്റെ പരസ്യം റിമൂവ് ചെയ്യുവാൻ സാധിക്കും. പക്ഷേ ഇത് റൂട്ടഡ് ഫോണുകളിൽ മാത്രമാണ് ഇത് വർക്ക് ആവുകയുള്ളൂ. രണ്ടാമതായി നമുക്ക് ആപ്ലിക്കേഷന്റെ പ്രോ വേർഷൻ മേടിക്കുവാൻ സാധിക്കും. പ്രോ വേർഷനിൽ പരസ്യങ്ങൾ സാധാരണ ഒഴിവാക്കാറുണ്ട്. പ്രോ വേർഷൻ പണം കൊടുത്ത് വാങ്ങിക്കുവാൻ സാധിക്കാത്തവർക്ക് ഗൂഗിളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും. സാധാരണ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയി വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ക്രോം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഗൂഗിൾ ക്രോം ബ്രൗസ് ചെയ്യുവാൻ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോം എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങളുടെ സ്ക്രീനിന്റെ ഏറ്റവും റൈറ്റ് സൈഡിലായി ഏറ്റവും വലതുഭാഗത്തായി ഒരു 3 ഡോട്ട്സ് കാണുവാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. താഴെ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സേഫ് ബ്രൗസിംഗ്, പ്രൊട്ടക്ട് യു ആൻഡ് യുവർ ഡിവൈസ് ഫ്രം ഡേഞ്ചറസ് സൈറ്റ്സ്, ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അതിനുശേഷം താഴത്തേക്ക് വരാം. ഡു നോട്ട് ട്രാക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, അത് നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക. അതിനുശേഷം ബാക്ക് വന്നാൽ നിങ്ങൾക്ക് സൈറ്റ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പോപ്പപ്പ് ആഡ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ പോപ്പപ്സ് നിങ്ങൾ ഡിസേബിൾ ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ഡിസേബിൾ ചെയ്ത് വെക്കുന്നത് വഴി നിങ്ങളുടെ ഫോണിലെ പരസ്യങ്ങൾ ഒരു പരിധി വരെ ഒഴിവാക്കാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് UC ബ്രൗസർ ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് പരസ്യങ്ങൾ ഒഴിവാക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. കാരണം ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന മറ്റൊരു ബ്രൗസറാണ് UC ബ്രൗസർ. ഏറ്റവും വേഗത്തിൽ തന്നെ പേജുകൾ ഓപ്പൺ ആവുന്നു എന്നതാണ് UC ബ്രൗസറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരു കാരണം കൊണ്ട് തന്നെ പല ആളുകളും UC ബ്രൗസർ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് UC ബ്രൗസർ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണുവാൻ സാധിക്കുന്നത്. ഈ പേജിന്റെ ഏറ്റവും താഴ്ഭാഗത്തായി 3 ലൈൻസ് കാണുവാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ സെറ്റിംഗ്സിന്റെ ഒരു ഐക്കൺ കാണാം ലെഫ്റ്റ് സൈഡിൽ, അതിൽ ക്ലിക്ക് ചെയ്യാം. താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ആഡ് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ആഡ് ബ്ലോക്കർ എന്ന ഓപ്ഷൻ എനേബിൾഡ് ആയി ഓൾറെഡി കിടക്കുന്നുണ്ടാവും. നിങ്ങൾ അതിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക, പവർഫുൾ ആഡ് ബ്ലോക്കർ. ഈ ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ UC ബ്രൗസർ ഉപയോഗിച്ച് നിങ്ങൾ ബ്രൗസ് ചെയ്യുന്ന സൈറ്റുകളിൽ നിന്ന് ഒരു പരിധി വരെ പരസ്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഇത്ര മാത്രമാണ് പരസ്യങ്ങൾ ഒഴിവാക്കുവാൻ ഇതിനകത്ത് ചെയ്യുവാൻ സാധിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാനുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും താഴെ ഭാഗത്ത് ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണാം. അത് കണ്ടില്ലെങ്കിൽ അക്കൗണ്ട്സിൽ നിങ്ങൾക്ക് ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും.
ചില ഫോണിൽ വ്യത്യാസം ഉണ്ടാവും. എൻ്റെ ഫോണിൽ ഏറ്റവും താഴെ ഭാഗത്താണ് ഗൂഗിൾ. ഞാനത് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ പേഴ്സണൽ ഇൻഫോ ആൻഡ് പ്രൈവസി എന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ താഴത്തേക്ക് വരുമ്പോൾ ആഡ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു ബ്രൗസറിൽ പോവുക. ഇപ്പോൾ എൻ്റെ മെയിൽ ഐ ഡി ഉപയോഗിച്ചുള്ള പേഴ്സണൽ ആയിട്ടുള്ള സകല വിവരങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓഫ് ചെയ്തിടാം. ടേൺ ഓഫ് കൊടുക്കാം. ഗോ ഇറ്റ് കൊടുക്കാം. ഓക്കെ. ഈ ഒരു ആഡ് സെറ്റിംഗ്സിലൂടെ ഗൂഗിൾ ചെയ്യുന്നത് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾ വിസിറ്റ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ, നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കണ്ടന്റുകൾ തുടങ്ങിയവയെല്ലാം മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയുള്ള സെറ്റിംഗ്സ് ആണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയുമായി എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റായി നൽകാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ഡൗട്ട്സിന് മറുപടി തരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മൊബൈൽ ആൻഡ് ട്രിക്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഞാനിടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.